ഹായ് ഫ്രണ്ട്സ്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? സ്റ്റോക്ക് മാർക്കറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടിയാണ് എന്ത്? വെൽത്ത് ക്രിയേഷൻ. ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള വാരൻ ബഫറ്റ്, രാകേഷ് ജുജുൻവാൽ, ഇവർ രണ്ടാളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാതൃകയാക്കുന്നത്. ഇവരെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ്. സോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും എന്തെല്ലാമാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളെന്നും എങ്ങനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ട്രേഡ് ടോക്സിന്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കാനുള്ള ഈ ഒരു വീഡിയോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വെൽക്കം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, എങ്ങനെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ട്രേഡ് ടോക്സിന്റെ കംപ്ലീറ്റ് വീഡിയോ സീരീസിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ സാധിക്കുന്നതാണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആക്കി രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഒന്നിച്ച് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഈസ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്? എന്താണ് യഥാർത്ഥത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്? നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് നമ്മളൊരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലോകത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സമ്പത്ത് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. വലിയ എല്ലാ കമ്പനികളും വളരുന്നു, എല്ലാ രാജ്യങ്ങളും വളരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യയിലോട്ട് നോക്കാം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ GDP എത്രയായിരുന്നു? വളരെ കുറവായിട്ടുള്ള GDP ആണ്. ഇനി 1990 കാലഘട്ടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യം വളരെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? അതിനുശേഷമാണ് 91 നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സാമ്പത്തിക റെവല്യൂഷൻ നടക്കുകയും നമ്മുടെ രാജ്യം ആവറേജ് ഒരു 5 to 10% റേഞ്ചിൽ എല്ലാ വർഷവും വളരാനായിട്ട് തുടങ്ങി. അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ പോലും ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ച ഏകദേശം 13% എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2010 മുതൽ പോലും 10% ആവറേജ് നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കമ്പനികൾ നോക്കൂ, എല്ലാ കമ്പനികളും കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് വളരുന്നു. അതിൻ്റെ ഇടയിൽ പല കമ്പനികളും നഷ്ടം രേഖപ്പെടുത്തുകയും താഴ്ത്തോട്ട് പോവുകയും പൂട്ടിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ദ മേജർ ഒരു 75% കമ്പനികളും മുകളിലോട്ട് മാത്രമേ വളരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും സേവിങ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ ചെറുപ്പം മുതൽ തന്നെ സമ്പാദ്യശീലം വളർത്താനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ നമ്മുടെ പാരൻസും നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട്. സോ കുടുക്ക, അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്യുന്നില്ലേ? കുടുക്കയിൽ പൈസ ഇടുന്ന കാര്യമൊക്കെ നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആ കുടുക്ക പൊട്ടിച്ച് അതിൻ്റെ ഓരോ രൂപ തുട്ടുകളും എണ്ണിയെടുത്ത് എത്ര രൂപയുണ്ട് എന്ന് കരുതി വെച്ച് ഒന്നിച്ചൊരു സൈക്കിൾ വാങ്ങാനോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ട്രിപ്പ് പോകാനോ ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ എനിക്കും അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല അനുഭവങ്ങളും ലൈഫിലുണ്ട്. സോ ഇവിടെയാണ് ഓൺലൈൻ കുടുക്ക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന കുടുക്കയിൽ പൈസ ഇടുന്നതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നത്. സോ സ്റ്റോക്ക് മാർക്കറ്റിന് ബദലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പരിഗണിക്കുന്ന മറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ്? ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, LICs, ഇൻഷുറൻസ് പോളിസീസ് ഒക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിന് വേണ്ടി മലയാളികൾ പൊതുവെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റീസിൽ, നമ്മുടെ കോർപ്പറേറ്റ് സൊസൈറ്റീസിലെ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടുന്നുണ്ട്? നിങ്ങൾക്ക് മാക്സിമം ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ 6 to 7% ആണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. 6 to 7% റിട്ടേൺ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, വളരെ ചെറിയ റിട്ടേൺ ആണ്. ബട്ട് ഇറ്റ്സ് ഫിക്സഡ് ആണ്, വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഇതിൽ കൂടുതലല്ലേ നമ്മുടെ രാജ്യം എല്ലാ വർഷവും വളരുന്നത്? ലാസ്റ്റ് വർഷം പോലും നമ്മുടെ രാജ്യം ലാസ്റ്റ് ക്വാർട്ടറിൽ പോലും 13% വളർച്ച രേഖപ്പെടുത്തിയെങ്കിൽ നമ്മുടെ രാജ്യം വളരുന്നതിൻ്റെ ഒപ്പം നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സേവിങ്സും വളർന്നില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ പോലും ഓടിയെത്താത്ത ഒരു അവസ്ഥ വരില്ലേ? അതെ, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. നിയർലി 6 to 8% ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന 100 രൂപ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ ആ 100 രൂപയ്ക്ക് 93 രൂപയുടെ മൂല്യം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന 100 രൂപ ഒരു കൊല്ലം കഴിയുമ്പോൾ മിനിമം 107 രൂപയായില്ലെങ്കിൽ ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ വാങ്ങാൻ സാധിക്കില്ല. അല്ലെങ്കിൽ 100 രൂപയുടെ സാധനം ഒരു കൊല്ലം കഴിയുമ്പോൾ 107 രൂപയാകും എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു ഗ്ലാസ് ചായക്ക് ഇപ്പോൾ 10 രൂപയായി. 10 കൊല്ലം കഴിയുമ്പോൾ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ അത് 20 രൂപയും 30 രൂപയും ആകും എന്നുള്ള കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. 4 രൂപയും 3 രൂപയും മാത്രം ഉണ്ടായിരുന്ന KSRTC ബസ്സിലെ മിനിമം ഫെയർ ഇപ്പോൾ 10 രൂപയും 12 രൂപയും ഒക്കെ ആയ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോഴാണ് നമ്മുടെ ഫണ്ട്, നമ്മുടെ സേവിങ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്? സോ നമ്മൾ സേവ് ചെയ്യുന്ന പൈസ നല്ല കമ്പനികൾ നോക്കി, വളരെ മികച്ച ലോങ് ടൈം ഭാവിയുള്ള നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ആ കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കൊണ്ട് ഒത്തിരി നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ വലിയ ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ബ്യൂട്ടി. ട്രേഡിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ നിങ്ങളുടെ നഷ്ടമായിരിക്കാം എൻ്റെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എൻ്റെ നഷ്ടമായിരിക്കാം നിങ്ങളുടെ പ്രോഫിറ്റ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിൽ അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് നല്ല കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ കമ്പനി നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഗ്രോ ചെയ്യുന്നു, നമ്മളെല്ലാവരും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് വാങ്ങുന്നു. ഫോർ എക്സാമ്പിൾ, റിലയൻസിന്റെ ഒരു സ്റ്റോക്കിന് 2000 ആണ്ടിൽ, അത് 2000 ഏകദേശം 100 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു 500 രൂപ കൊടുത്ത് റിലയൻസിന്റെ 5 സ്റ്റോക്ക് വാങ്ങിയിരുന്നുവെങ്കിൽ, അതായത് എൻ്റെ 500 രൂപ ഞാൻ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ, ഇന്ന് 2022 ഒരു സ്റ്റോക്കിന് ഏകദേശം 2500 രൂപ വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് ഏകദേശം എൻ്റെ 500 രൂപ 12500 രൂപയായിട്ട് കിട്ടിയേനെ. ഇതേ 500 രൂപ ഞാനൊരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇട്ടിരുന്നുവെങ്കിൽ, അതായത് 500 രൂപ ഞാൻ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നുവെങ്കിൽ ഒരു 7% അല്ലെങ്കിൽ 7.2% വെച്ച് ആവറേജ് റിട്ടേൺ ഞാൻ നോക്കുകയാണെങ്കിൽ 2022 ഈ 500 രൂപ ഏകദേശം 2300 രൂപ ആയേനെ. നിങ്ങൾ നോക്കൂ, ഏതാണ് ലാഭകരം? എവിടെയാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുക? ഈ പറയുന്ന 500 രൂപ 2300 രൂപയായി. യെസ്, അടിപൊളി കാര്യമാണ് അല്ലേ? 500 രൂപ 2300 രൂപയായി. ബട്ട് ഇവിടെ എന്താണ്? 500 രൂപ 12500 രൂപയായി. അതായത് നമ്മുടെ രാജ്യം വളരുന്നത് പോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിലെ വലിയ കമ്പനികളുടെ കൂട്ടത്തിൽ നമുക്ക് വളർത്താൻ സാധിക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന്. പല ആളുകൾക്കും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മടിയാണ്. കാരണം എന്തുകൊണ്ടാണ്? ട്രേഡിങ്ങിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ട്രേഡ് ചെയ്താൽ വളരെ പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള തെറ്റിദ്ധാരണ. എന്താണ് പ്രശ്നം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ 99% ആളുകളും പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ 99% ആളുകളും ലോസ് ആണ്. നിങ്ങൾക്ക് വലിയ കാലത്തേക്ക് വലിയ സമ്പത്ത് നിർമ്മിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ ഡെലിവറി അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ഡെലിവറികളാണ് നിങ്ങൾ നമ്മുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ട് എടുക്കുക. നിങ്ങൾ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ സെർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റിലയൻസ് വാച്ച് ലിസ്റ്റിൽ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ സെർച്ച് ചെയ്ത് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ബൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ആ ബൈ ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബൈ ഓർഡറിൻ്റെ വിൻഡോ വരുന്നു. അവിടെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യേണ്ടത്. അത് 500 രൂപയുടെ സ്റ്റോക്കാണ്, നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും? 10,000 ഡിവൈഡ് ബൈ 500 കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം 20 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ആ 20 സ്റ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ ആയിട്ടോ ലിമിറ്റ് ഓർഡർ ആയിട്ടോ വാങ്ങാം. നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ ആയിട്ട് ഓർഡർ ടൈപ്പ് മാർക്കറ്റ് ഓർഡർ ആയിട്ട് കൊടുക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡാകും. ഇന്ന് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ഇന്ന് ഉൾപ്പെടെ T+1 ഡെലിവറി ഡേയ്സ് ആണ് വരിക. അതായത് ഇന്നും നാളെയും കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരിൽ ആ സ്റ്റോക്ക് പർച്ചേസായി നിങ്ങളുടെ പേരിൽ അത് ആകുന്നു. അതായത് നിങ്ങളുടെ പേരിലോട്ട് ആ സ്റ്റോക്ക് മാറുന്നു. T+1 ട്രേഡിംഗ് ഡേ +1 ഒരു ദിവസം കൂടി എടുത്തിട്ടാണ് എന്ത് നടക്കുന്നത്? ഒരു സെറ്റിൽമെന്റ് നടക്കുന്നത്. നിങ്ങൾ എപ്പോൾ നോക്കിയാലും T+1 എന്ന് പറയുന്ന ഒരു ലെവൽ നിങ്ങളൊരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ T+1 ഡേ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പൈസ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ആഡാകത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി എല്ലാവരും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ഇത് സെല്ല് ആയോ അതോ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാ ബ്രോക്കേഴ്സിലും നിങ്ങൾ പൊസിഷനിലായിരിക്കും, പൊസിഷണൽ അല്ലെങ്കിൽ ഹോൾഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്ത സ്റ്റോക്സ് എല്ലാം കിടക്കുന്നത്. ചില ബ്രോക്കേഴ്സ് T+1 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഹോൾഡിങ്സിൽ ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ അത് ലിസ്റ്റ് ചെയ്യില്ല. അതായത് ഇന്ന് നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്താൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റോക്കിനെ വിൽക്കാം, യാതൊരു കുഴപ്പവുമില്ല. അത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ അണ്ടറിലോട്ടാണ് പോകുന്നത്. മറിച്ച് ഇന്ന് ബൈ ചെയ്ത ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇന്ന് നൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡെലിവറി ഓർഡറിലോട്ട് കൺവേർട്ട് ചെയ്തു, നിങ്ങൾക്ക് നാളെ ആ സ്റ്റോക്ക് വിൽക്കാൻ പാടില്ല. T+1 ഡേ കഴിഞ്ഞ് നിങ്ങളുടെ ഹോൾഡിങ്ങിൽ കൃത്യമായിട്ട് ആ സ്റ്റോക്ക് വന്നതിന് ശേഷം മാത്രമേ പിന്നെ അത് വിൽക്കാൻ പാടുള്ളൂ. ഇന്ന് വാങ്ങിയാൽ ഇന്ന് തന്നെ വിൽക്കുന്നതിന് പ്രോബ്ലം ഇല്ല. ഇന്ന് വാങ്ങി നിങ്ങൾക്ക് നാളെ വിൽക്കാനുള്ള ഫെസിലിറ്റി അവൈലബിൾ അല്ല. നിങ്ങൾ വാങ്ങിയ സ്റ്റോക്ക് താഴത്തോട്ട് പോയാലും നിങ്ങൾക്ക് നാളെ സ്റ്റോക്ക് വിൽക്കാൻ പാടില്ല, നിങ്ങൾക്ക് പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് T+1 ട്രേഡിംഗ് ഡേ +1 കഴിഞ്ഞ് നിങ്ങൾക്ക് ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കൺഫ്യൂഷൻ എന്താണ്? ഹോൾഡിങ്ങിൽ കിടക്കുന്ന ഒരു സ്റ്റോക്ക് നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് പോവാണ്. ഹോൾഡിങ്ങിൽ കിടക്കുന്ന സ്റ്റോക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തു, സ്ക്വയർ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ 100 സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ 100 സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നു. ഹോൾഡിങ്ങിൽ അത് 0 ആകും. ഫൈൻ, ഹാപ്പിയാണ് എല്ലാവരും. ബട്ട് നിങ്ങളൊരു പക്ഷേ പൊസിഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ -100 നിങ്ങൾ സെല്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രൈസ് മൂവ് ചെയ്യുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ആളുകളും ആദ്യമായിട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്, അയ്യോ സുനിൽ ഞങ്ങൾ സെല്ല് ചെയ്തു, ഇപ്പോൾ അത് പൊസിഷനിൽ സെല്ലായിട്ടാണ് കാണിക്കുന്നത്, അവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഡൗട്ട് എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി കൃത്യമായിട്ടാണ് സെല്ല് ചെയ്തതെങ്കിൽ അന്ന് വൈകുന്നേരം മാത്രമാണ് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ആ സ്റ്റോക്ക് പോകത്തുള്ളൂ. അതിൻ്റെ പൈസ നെക്സ്റ്റ് ഡേയെ വരികയും ചെയ്യുകയുള്ളൂ. അപ്പം അതിനു മുൻപ് ഈ സ്റ്റോക്ക് സെല്ലായി എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്ത ട്രേഡിംഗ് ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് സെല്ലായിട്ട് നിങ്ങളുടെ പൊസിഷനിൽ കിടക്കും. ഈ സെല്ലായത് വീണ്ടും നിങ്ങൾ ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ സ്റ്റോക്ക് ഹോൾഡിങ്ങിൽ കയറും. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എടുത്ത് വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് നമുക്കറിയാം. ഇന്ന് നമ്മൾ റിലയൻസിൽ കണ്ടു 100 രൂപ എത്രയായി? 2500 രൂപയെ. ആ കമ്പനി വളരെ നല്ല കമ്പനിയാണ്, ആ കമ്പനി ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ആ കമ്പനി ഫ്യൂച്ചറിലോട്ട് വളരും എന്നുള്ള, ആ കമ്പനി വലുതാകും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ആ കമ്പനി വലുതായാൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും അതിൻ്റെ കൂടെ വലുതാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഒരു ഭാഗത്തുള്ളത്. മറ്റൊരു ബെനിഫിറ്റ് എന്താണ്? ഡിവിഡൻഡ് ആണ് മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത്
നിങ്ങൾ ആ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആകുകയാണ് എന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആകുന്നു. അങ്ങനെ പാർട്ട്ണർ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് കിട്ടണം. ഇപ്പോൾ ഒരു കമ്പനിയിൽ മൊത്തം 1,00,000 സ്റ്റോക്സ് ആണ് ഉള്ളതെങ്കിൽ 1,00,000 സ്റ്റോക്സ് ആണ് ഉള്ളതെങ്കിൽ ആ കമ്പനിക്ക് മൊത്തമുള്ള ലാഭം 1,00,000 രൂപയാണ് എങ്കിൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 1 രൂപ പ്രോഫിറ്റ് കിട്ടണ്ടേ, അതിൻ്റെ ലാഭം കിട്ടണ്ടേ. അങ്ങനെ എല്ലാ കമ്പനീസും ഒരു വർഷം അവരുടെ ലാഭവിഹിതം പ്രഖ്യാപിക്കുമ്പോൾ ടോട്ടൽ ലാഭവിഹിതം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോക്സ് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കിന് എത്ര ഡിവിഡൻഡ് പ്രഖ്യാപിച്ചോ ആ ഡിവിഡൻഡ് നമുക്ക് കിട്ടുന്നതാണ്. സോ പല സ്റ്റോക്കുകളും ഇയർലി മോർ ദാൻ 5% റിട്ടേൺ ഒക്കെ ഡിവിഡൻഡ് വഴി മാത്രം കൊടുക്കുന്ന നല്ല സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്കുണ്ട്. വേദാന്ത ഒക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ്. വേദാന്തയുടെ ഒക്കെ ആവറേജ് ഡിവിഡൻഡ് ഇൻകം മാത്രം മോർ ദാൻ 5% തന്നെയുണ്ട്. അത് 5% ഫിക്സഡ് റിട്ടേൺ ഈ പറയുന്ന ഡിവിഡൻഡിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? ഡിവിഡൻഡ് ആണ് ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ ബെനിഫിറ്റ്. ഈ ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. എന്താണ്? ഈ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ പേരിൽ ആ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ എപ്പോഴും ആ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് പറയും. അതായത് ഓഗസ്റ്റ് 14 തീയതി ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഡിവിഡൻഡ് കിട്ടുമെന്നാണ് ആ കമ്പനി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓഗസ്റ്റ് 14 തീയതി പോയിട്ട് നമുക്ക് ആ സ്റ്റോക്ക് ബൈ ചെയ്താൽ ഡിവിഡൻഡ് കിട്ടുമോ? അങ്ങനെ നമുക്ക് കിട്ടില്ല. എന്ത് വേണം? നമ്മൾക്കറിയാം, ഒരു സ്റ്റോക്ക് ബൈ ചെയ്താൽ T+1 ഡേ കഴിഞ്ഞ് മാത്രമേ നമ്മുടെ പേരിൽ ആ സ്റ്റോക്ക് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ന് സ്റ്റോക്ക് വാങ്ങണം? 12 തീയതി സ്റ്റോക്ക് ബൈ ചെയ്തിരുന്നു എങ്കിൽ 14 തീയതി ആ സ്റ്റോക്ക് നമ്മുടെ പേരിലാണ് ഇരിക്കുക. അപ്പോൾ ആ ഡിവിഡൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ന് വാങ്ങണം? T+ഡേ മുൻപ് എന്നാണോ ഡേറ്റ്, അതിൻ്റെ T+1 ഡേ മുൻപ് പോയിട്ട് ആ സ്റ്റോക്ക് ബൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡിവിഡൻഡ് കിട്ടത്തുള്ളൂ. ഡിവിഡൻഡ് ഡേറ്റ് കഴിഞ്ഞ് 14 തീയതി കഴിഞ്ഞ് ഒരു 15 തീയതിയോ 16 തീയതിയോ നമ്മൾ ആ സ്റ്റോക്ക് വിറ്റാലും ആ ഡിവിഡൻഡ് നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരും. അപ്പോൾ ഡിവിഡൻഡ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഡിവിഡൻഡ് ഡേറ്റ് കഴിഞ്ഞ് ആ സ്റ്റോക്ക് സെല്ല് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. ഇനി വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് കൊണ്ടുണ്ടോ? ചില സ്റ്റോക്കുകളിൽ നമുക്ക് ഇനിയും കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഹോട്ടൽ എന്ന് പറയുന്ന നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന താജ് ഹോട്ടൽസ് ഒക്കെ വരുന്ന ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സർവീസിൽ ഒരു ഓഫർ കൊടുക്കും. റൂം എടുക്കുന്ന താജ് ഹോട്ടലിലൊക്കെ റൂം എടുക്കാനായിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് 25% ഓഫർ കൊടുക്കാറുണ്ട്. അപ്പോൾ പല ഈ പറയുന്ന ഹോട്ടൽ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ അവരുടെ സർവീസിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഓഫർ കൊടുക്കാറുണ്ട്. നിങ്ങളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് അതിൻ്റെ ഓഫേഴ്സ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. ഇനിയും എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോങ് ടൈം സ്റ്റോക്കുകൾ ബൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ആദ്യമേ പഠിച്ചതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് ആ സ്റ്റോക്കിന്റെ കമ്പനിയുടെ ഓണർ ആരാണ്, ബിസിനസ് എങ്ങനെ പോകുന്നു, ആ ബിസിനസ് വളരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കി ആ കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി നമുക്ക് ആ സ്റ്റോക്കിനെ ലോങ് ടൈം ബൈ ചെയ്യാം. രണ്ടാമത് എന്ത് ചെയ്യാം? നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ പറയാം. ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ്സ് എടുക്കുമ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റ്സുകളാണ് എടുക്കുക. നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ, ഏത് ഇന്ത്യൻ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാലും ഇൻഡിഗോക്ക് അവിടെ വലിയൊരു മേജർ പാർട്ട് ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്കൊരു ട്രസ്റ്റ് തോന്നുകയും നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ ബേബി ഫുഡ്സിലോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച കാര്യമായിരിക്കും, ഈ ബേബി പ്രൊഡക്ട്സ് ഫുള്ള് ഇറക്കുന്നത് നെസ്ലെ എന്ന് പറയുന്ന ഒരൊറ്റ
ഒരൊറ്റ കമ്പനി മാത്രമാണ് അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഐറ്റംസ് എല്ലാം വാങ്ങുന്നത് നെസ്ലയുടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ബേബി ഫുഡ് ഇൻഡസ്ട്രിയിൽ ബേബി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇറക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് നെസ്ലയാണ്. നമുക്ക് ജസ്റ്റ് ആ കമ്പനിയെ കുറിച്ചൊന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നെസ്ലെ ഈസ് എ മാർക്കറ്റ് ലീഡർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെസ്ലയിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൽ കൃത്യമായിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കുകയും നമുക്ക് അത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റിന്റെ വലിയ വലിയ തിയറീസിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബിസിനസ്സിൽ, നിങ്ങൾക്ക് അറിയില്ലാത്ത ബിസിനസ്സിലുള്ള കമ്പനികളിൽ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത് എന്ന്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്തറിയത്തില്ല, എനിക്കൊരു IT ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് അറിയില്ല, IT-യിൽ എങ്ങനെ പ്രോഫിറ്റ് വരുന്നു, എങ്ങനെ ലോസ് വരുന്നു, കമ്പ്യൂട്ടറിനെ കുറിച്ചോ ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യരുത്, ഞാൻ ഒരിക്കലും പോയിട്ട് ഒരു ഇൻഫോസിസിലോ TCSിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നേരെ മറിച്ച് എനിക്ക് ഇലക്ട്രോണിക്സ് കമ്പനികളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇലക്ട്രോണിക്സ് ഐറ്റംസ് എങ്ങനെയാണ്, അതിൻ്റെ ലാഭം എത്രയാണ്, ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ എനിക്കുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക്സ് കമ്പനികളിൽ ധൈര്യമായിട്ട് ആ കമ്പനികളെ കുറിച്ച് പഠിക്കാനും ആ കമ്പനികളിലെ ഏറ്റവും നല്ല കമ്പനി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ല സിമെന്റ് ഏത്, ഏറ്റവും നല്ല പൈസയ്ക്ക് വിൽക്കുന്ന, ഏറ്റവും നല്ല മാർക്കറ്റ് ചെയ്യുന്ന സിമെന്റ് ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ആ പറയുന്ന സിമെന്റ് കമ്പനിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ട്രസ്റ്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നല്ല ഏറ്റവും നല്ല ഇരുമ്പും കമ്പിയൊക്കെ ഇറക്കുന്ന കമ്പനി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത്, ഏറ്റവും നല്ല മാർക്കറ്റ് ചെയ്യുന്ന എല്ലാവരും വാങ്ങുന്ന കമ്പനി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു പെയിന്ററോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പെയിന്റ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പെയിന്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും നല്ല ബിസിനസ്സിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം. ഇനി അത് മാത്രമല്ല, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫിൽട്ടേഴ്സ് ആണ്. നല്ല കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത്, നമുക്കറിയാം 2000-ഓളം കമ്പനി ഉണ്ടല്ലോ. ഈ 2000 കമ്പനിയിൽ ഏറ്റവും നല്ല കമ്പനികൾ ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫിൽട്ടേഴ്സുകളൊക്കെ, സ്കാനേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഈ സ്കാനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല കമ്പനികളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. എല്ലാവരും ബൈ ചെയ്യാനായിട്ട് പറയുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഇനി മുകളിലോട്ട് ഭയങ്കരമായിട്ട് പോകും, ധൈര്യമായിട്ട് ബൈ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് ചെറുതായിട്ട് ബുക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ന്യൂസുകൾക്കിടെ പിന്നാലെ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പോകരുത്. ഇനി നേരെ മറിച്ച് എല്ലാവരും പറയാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് പാനിക് ആവണം, സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും ഭയങ്കരമായിട്ട് താഴത്തോട്ട് പോകുമെന്ന് എല്ലാ ആളുകളും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ബൈ ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊരു ഓപ്പോസിറ്റ് മെത്തേഡാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വരാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അവർ പാനിക്കിന് എഗെയിൻസ്റ്റ് ആണ്, ന്യൂസുകൾക്ക് എതിരെയാണ്. റീറ്റെയിൽ പ്ലേയേഴ്സിന് ലോസ് വരുത്തിക്കൊണ്ടായിരിക്കും FIA പ്ലേയേഴ്സ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക. പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള വായനാശീലം കൂടി നിങ്ങൾക്ക് വേണം. ലോകത്തിൽ ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ, മറ്റ് ബിസിനസ് ഏരിയകളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് കറണ്ട് അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു രാകേഷ് ജുൻവാലയോ വാരൻ ബഫറ്റ് ഒക്കെ ആകുക എന്ന് പറയുന്നത് ഒട്ടും നടക്കാത്ത കാര്യമൊന്നുമല്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് SIP ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മാസം 5000 3000 ഒക്കെ വെച്ച് നല്ല സ്റ്റോക്കുകൾ ബൈ ചെയ്ത് എല്ലാ മാസവും കൃത്യമായിട്ട് നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒരു മില്യണറായിട്ട് മാറുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമൊന്നുമല്ല. ഞാൻ പല ബുക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്ത് തന്നെ മില്യണറായിട്ടുള്ള ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ലാഭം, അവിടെ നിന്ന് കിട്ടുന്ന സാലറി മാത്രം, പെട്രോൾ പമ്പിൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. ഒരു 40 കൊല്ലം 30 കൊല്ലം കൊണ്ട് പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടിയ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മാത്രം മില്യനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇന്നും ലോകത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ. നിങ്ങളും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആവുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വളരാം, ഒന്നിച്ച് പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാം.